ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 3 വ്ളോഗാണ്. അപ്പോൾ എന്താ പറയേണ്ടത് അറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഓടിയിട്ടിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിയിട്ടിട്ട് ഉള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ പോയി. ഇന്ന് ഞാൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നാണ് എക്സാക്ട് കൊടൈക്കനാൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഗുണ കേവ് അങ്ങനെയുള്ള എല്ലാ പ്ലേസിലേക്ക്, ലേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. സോ ഐ എം സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ് വ്യൂസ്. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. 7:30 എല്ലാവരും റെഡി ആവാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ചൂടുവെള്ളമൊന്നും കിട്ടാണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ 6 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് വേറെ റൂമിൽ പോയിട്ട് കുടിച്ചു ചൂടുവെള്ളത്തിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഭയങ്കര തണുപ്പാണ്. എൻ്റെ അടുത്ത് വേറൊരു സ്വെറ്റർ ഉണ്ടായിരുന്നു, അതിട്ടിട്ട് ഞാൻ ഇന്നലെ ക്യാമ്പ് ഫയറിനപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ജാക്കറ്റ് തന്നെ എടുത്തിട്ടു. അപ്പോൾ എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ ട്രിപ്പിന് വന്നിട്ട് ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് വന്നിട്ട് ഫുൾ ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ദിസ് ഫ്രോക്ക് ഈസ് ലൈക്ക് ദാറ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പ്ലെയിനാണ്. പിന്നെ നമ്മൾ സോക്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് പിന്നെ കാൽപാദം കൈപ്പത്തിയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടത്തേക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ സഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ സഹനശക്തി കിട്ടിയാൽ മതിയായിരുന്നു. എനിവേ എന്തായാലും നമ്മൾ തന്നെ സഹിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ ഉണ്ട് ഇപ്പോൾ 3 ദിവസമായിട്ട്. ഇവിടെ അയാളെ കാണിച്ചില്ല. നാളെ റെഡി. ഞങ്ങൾ 2 പേരും നേരത്തെ തന്നെ പോയി കുളിച്ചു. നമ്മൾ ഫുൾ സെറ്റാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ വേണ്ടും. ഞാനൊക്കെയാണെങ്കിൽ ഞാൻ മണാലിയൊക്കെ എങ്ങനെ പോയി, എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻസ് ആണ് മണാലി, കുളു അങ്ങനെയുള്ള പ്ലേസസൊക്കെ. ബട്ട് ഐ ഡോണ്ട് ബിലീവ് എനിക്ക് പോകാൻ പറ്റുന്നു. എനിവേ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് സെറ്റാവാം. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. ആരത്? ഇവിടെ അല്ല ഇരിക്കണേ, ഇവിടെ ഹാജര ഇരിക്കണേ. ഞാൻ ഒരു സ്ഥലം പിടിച്ചതാ. അവിടെ 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 അവിടെയാണ്. അത് ലോ ക്വാളിറ്റിയാണ്. ചുരുട്ടാളുടെ മൈദ ഓർമ്മ മതിയാണ്. ഓർമ്മ മതിയാണ്. ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ചോക്ലേറ്റ് കുറേ വെറുതെ തിന്നു. നമ്മളെവിടേക്കാ പോവാ? പൈൻ ഫോറസ്റ്റോ അവിടേക്കാ പോവാണ്ട്. ചോക്ലേറ്റ് വാങ്ങിക്കാൻ വന്നത്. ഇവിടെ ഷോപ്പിങ്ങിന്റെ മേളയാണ്. മേള ഉണ്ടാവും. എല്ലാവരും നടന്ന് മേടിക്കുക. ബാക്കി നിന്നാ ഐഷ, ബാക്കി നിനക്ക് അപ്പുറത്തുകൂടെ കേറിയോ? എടുക്ക സമാധാനിക്ക്. ഞാൻ വീഡിയോ ആ ചേച്ചിയുടെ കൂടെ നടത്തിട്ടാ. ചേച്ചി വീഡിയോ എടുക്ക. കൊറേ നേരായി കൊടുത്താളാ കൊടുത്താ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗുണ കേവിൽ എത്തിയിരിക്കുകയാണ്. ഗുണ കേവ് ആൻഡ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ഇറ്റ്. കുറേ കയറാണ്ട് തോന്നുന്നുണ്ട്. ദേവ് ഗൈസേ വേണ്ടല്ലോ, കയറാൻ സുഖമല്ലോ. അത്ര എളുപ്പമല്ല. ഇതൊക്കെ ഹെൽത്തി കുട്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി. നമ്മൾ ഹെൽത്തി കുട്ടന്മാരാണ്. അതെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അതൊക്കെ 2 സ്റ്റെപ്പ് കയറിയപ്പോ. ആ ദേവന ഹെൽത്തി കുട്ടനാണ് ജിമ്മിനൊക്കെ. No guys, I have biceps.
അതെ എന്തോ സെറ്റൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ ഓടാൻ പോവാ. നമുക്ക് മെല്ലെ കയറി ഇറങ്ങാം. വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്. പില്ലർ റോക്കിൻ്റെ അവിടെ നമുക്ക് കുറച്ച് സമയമാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് എല്ലാ വ്യൂസും ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമുക്ക് കുറേ നടക്കാനുണ്ട്. ഇവിടെ സകലുണ്ട്. സകല അപർണനെ വിളിക്കാം. സകല we are going to vibe. അത്ര തണുപ്പൊന്നുമില്ല. ഇനിൻ്റെ ഉള്ളിൽ കയറി എന്താവും അറിയില്ല. കുറച്ച് നടന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ വയ്യ അല്ലേ. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. വി ഹാവ് ടു എൻജോയ്. സോ ഞാൻ ലീഡറാണ് കേട്ടാ പോണത്. അതെ ഇത് എക്സ് ലീഡറാണ്. എക്സ് ലീഡർ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് ഞാൻ. അതെ നമ്മളോട് നമ്മൾ അഗൈൻ പൈൻ ഫോറസ്റ്റിലെത്തിയിരിക്കുകയാണ്. പൈൻ ഫോറസ്റ്റ്. ഇനി പൈൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. ഗുണ കേവിൽ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലാണ്. ആൻഡ് സോ കോൾഡ് അല്ലേ. വ്ളോഗെടുത്ത് ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു കുരങ്ങന്റെ അമ്മേ. അയ്യോ അപ്പൂനെ കണ്ടിട്ടു. കൊരങ്ങന്മാരെ കൊണ്ടുള്ള ശല്യം. ഞങ്ങളേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേ നേരെ ചെന്ന് പെട്ടത് ഒരു കൊരങ്ങന്റെ ഫ്രണ്ടില്. അതാണെങ്കിൽ അപ്പൂനെ ചേസ് ചെയ്ത് വന്നു അല്ലേ. മേടിച്ചു. ഇല്ല ഞാനും അപ്പൂ ഓടി രക്ഷപ്പെട്ടു. കോപ്പി ചെയ്തോ ഗൂഗിൾ പേ എടുക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗുണ കേവും അതുപോലെ പില്ലർ റോക്കോ അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേറെ ഒരു സ്പോട്ടിൽ കൂടി പോകാനുണ്ട്. അതുപോലെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു സ്പോട്ടിലേക്കും കൂടി പോകാണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ ബിരിയാണിയാണ് വാങ്ങിയത്. ഐ വിൽ ഷോ യു. ബ്ലോഗല്ല വ്ളോഗ്. നമ്മൾ ലേക്ക് വാലിയുടെ അവിടേക്ക് വന്നേക്കാണ് സൈക്ലിങ്ങും ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ലേക്ക് വാലിയുടെ അടുത്തേക്ക് വന്നു.
നമ്മൾ ലേക്ക് വാലിയുടെ അടുത്തുള്ള സൈക്ലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, അപ്പം തന്നെ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ കൊടൈക്കനാൽ ഒക്കെ ട്രിപ്പൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഐ എം ഗോയിങ് ടു റൈഡ് ഇറ്റ്. ഞാൻ എന്തായാലും സൈക്കിളൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ സൈക്കിൾ ഓടിക്കണ്ട, ബോട്ടിങ്ങിനാണ് അപ്പ് പോണത്. ഞാൻ സൈക്ലിങ്ങിനാണ് പോണത്, എനിക്ക് ബോട്ടിങ് വേണ്ട. സോ സൈക്ലിങ് ചെയ്യാനായിട്ട് പോവാം നമുക്ക്. ലെറ്റ്സ് ഗോ. ആ ലെറ്റ്സ് ഗോ എന്ന് പറയും. ലെറ്റ്സ് പറയ് ഗോ. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ നമ്മൾ ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞ ബസ് കയറും. എല്ലാവരും അവിടെ ഇവിടേക്കാണ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. സൈക്ലിങ് ബോട്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ബോട്ടിങ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, സൈക്ലിങ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ സൈക്ലിങ് ചെയ്യാൻ പോയ സമയത്ത് സൈക്കിൾ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സമയപരിമിതി കാരണം നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ ഐഷാഫിദാടെ അല്ല, എൻ്റെ അല്ല, ഇത് ഐഷാഫിദാടെയാണ്. എന്തൊക്കെയാണ് ഞാൻ പറയണേ? ഐഷാഫിദാടെയാണ് ഈ സാധനങ്ങളൊക്കെ. ഐഷാഫിദ ഇപ്പോൾ ബാത്റൂമിൽ പോയേക്കാണ്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇന്നലെ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇന്നും മേടിച്ചു. അപ്പോൾ എല്ലാം ഞാൻ ബാഗിൽ എടുത്ത് വെച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗ് ഇവിടെ ഏകദേശം ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം എനിക്ക് അധികം വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ ചാർജ് കുറഞ്ഞിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ നമ്മുടെ വീഡിയോ, അതായത് വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൊടൈക്കനാൽ സീരീസ് ആയിരുന്നു ഇത്. കൊടൈക്കനാൽ മാത്രമല്ല, ടൂർ സീരീസ് ആയിരുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്താ പറയുക, കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചാച്ചാ, ബൈ ബൈ, സീ യു.